ഹലോ എവ്രിവൺ, വെൽക്കം ടു വിസ്താസ് ലേണിംഗ്. എല്ലാവർക്കും വിസ്താസ് ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേരാണ് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ. സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് തീർത്ത് കംപ്ലീറ്റ് ചെയ്തത്? അതായത് ഇന്ത്യയിൽ മിഡീവൽ പീരീഡിൽ നിലനിന്നിരുന്ന കിങ്ഷിപ്പിനെ കുറിച്ചും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? മിഡീവൽ പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സൊസൈറ്റിയെ കുറിച്ചും എക്കണോമിയെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിന്റെ പേരാണ് സൊസൈറ്റി ആൻഡ് എക്കോണമി ഇൻ മിഡീവൽ ഇന്ത്യ. അതാണ് നമ്മുടെ ചാപ്റ്റർ. ഇതാണ് സൊസൈറ്റി ആൻഡ് എക്കോണമി ഇൻ മിഡീവൽ ഇന്ത്യ. അപ്പം നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം തുടങ്ങിയ എന്താ? മിഡീവൽ പീരീഡിൽ ലോകത്ത് നിലനിന്ന പല ഡിഫറെന്റ് പവേഴ്സ് ആണ്, അന്ന് നിലവിലുണ്ടായിരുന്ന പല ശക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് എന്ത് പഠിച്ചു? ഈസ്റ്റും വെസ്റ്റും നമ്മളുള്ള എക്സ്ചേഞ്ചസിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്തെടുത്തി? നമ്മൾ ഇന്ത്യയിലെ മിഡീവൽ പീരീഡിൽ നിലനിന്നുണ്ടായ പല കിങ്ഡംസിനെ കുറിച്ചും പിന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് രീതികളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന സൊസൈറ്റിയെ കുറിച്ചും എക്കോണമിയെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ എളുപ്പം നിസ്സാര ചാപ്റ്ററാണ്. അധികമൊന്നും ഫോക്കസ് ചെയ്യാനില്ല, വളരെ കുറച്ച് കാര്യങ്ങളാണ്, അത് മനസ്സിലാക്കിയാൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചർ പ്രോഗ്രസ് ആണ്. മിഡീവൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ മിഡീവൽ സമയത്ത് കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ നേടിയ പ്രോഗ്രസിനെ കുറിച്ചാണ്. ഓക്കെ, ഇബിൻ ബത്തൂത്തയുടെ കിതാബ് ഉൽ റിഹില എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ അഗ്രികൾച്ചർ പ്രാക്ടീസിനെ കുറിച്ചും ഇവിടുത്തെ ക്രോപ്പുകളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പുസ്തകത്തിന് പ്രകാരം ഇന്ത്യയിൽ 3 ഹാർവസ്റ്റ് ആയിരുന്നു ഒരു വർഷം ഉണ്ടായിരുന്നത്. അതായത് ഒരു വർഷത്തിൽ 3 വിളവെടുപ്പാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ 3 ടൈപ്പ് സീസൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് പാഡി, വീറ്റ്, ഷുഗർ കെയിൻ, കോട്ടൺ, ഇതൊക്കെയായിരുന്നു ഇവിടെ മേജർ ആയിട്ട് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കൾട്ടിവേഷൻ, ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഒരുപാട് രാജാക്കന്മാർ പല ഇൻസെന്റീവ്സും പല സബ്സിഡികളും ഒക്കെ ഇവിടുത്തെ കൃഷിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ഫോർ എക്സാമ്പിൾ സുൽത്താൻ ലീഡറാണ് ബാൽബൻ എന്ത് ചെയ്തു? ഹി അലോട്ടഡ് ദ ദോബ് റീജിയൻ. ദോബ് എന്ന് പറയുന്നത് ഈ കൃഷ്ണ റീജിയൻ ആണ്. അതായത് കൃഷ്ണ റീജിയൻ ഗംഗയുടെയും യമുനയുടെയും ഇടയ്ക്കുള്ള ഒരു റീജിയൻ ആണ് ഈ ദോബ് റീജിയൻ. അവിടെ നിന്ന് ഭയങ്കര ഫെർട്ടൈൽ ആയ ഭൂമിയാണ്. അപ്പൊ ഇതെന്ത് ചെയ്തു? കൃഷിക്കാർക്ക് കൊടുത്തു. കാരണം എന്താ? ഇവിടെ ഫെർട്ടിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് കിട്ടുന്ന ഈൽഡും ഹാർവസ്റ്റും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതെന്ത് ചെയ്തു? ബാൽബൻ കൃഷിക്കാർക്ക് വേണ്ടി കൊടുത്തു. പിന്നെ എന്താണ്? ഫിറോഷ തുഗ്ലക് എന്താണ് ചെയ്തത്? അഡ്വാൻസ് ആയിട്ട് കൃഷിക്കാർക്ക് പൈസ കൊടുക്കാൻ തുടങ്ങി, കൃഷി ഇറക്കാൻ വേണ്ടി, അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് കനാൽസുകളൊക്കെ ഈ പറഞ്ഞ യമുനയിൽ നിന്നുള്ള വെള്ളം കൃഷിഭൂമിയിൽ എത്താനായിട്ട് ഒരുപാട് കനാൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കണ്ടില്ലേ? ഒരുപാട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരുപാട് പദ്ധതികളും പോളിസികളും സ്കീമുകളും ആ കാലഘട്ടത്തിൽ രാജാക്കന്മാര് കൃഷി സപ്പോർട്ട് ചെയ്യാനും കൃഷിയെ എൻകറേജ് ചെയ്യാനും വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവരാരും വെറുതെ സൂചിച്ച് കൊട്ടാരം കെട്ടി ജീവിച്ചു എന്നുള്ളതല്ല. ഈ പറയുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഫിറോഷ തുഗ്ലക്കിന് തന്നെ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് കൃഷി ഇറക്കാൻ വേണ്ടി, അല്ലെ? ശ്രദ്ധിച്ചോണം. അപ്പൊ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യമായിക്കോട്ടെ, ഇറിഗേഷൻ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട്, അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ നമ്മുടെ ബ്രിട്ടീഷിന്റെ പോലും പഠിച്ചപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇന്ത്യ നേരിട്ട് ഏറ്റവും വലിയ ഫെമൈനുകളുണ്ട്. ഓക്കെ, ഈ പറയുന്ന ഏറ്റവും വലിയ ഫെമൈനുകളൊക്കെ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോഴാണ് കോടിക്കണക്കിന് ആൾക്കാർ ഫെമൈൻ വന്ന് മരിച്ചിട്ടുള്ളത്. പക്ഷെ അതേസമയം ഇവിടെ തമ്മിലടിയും പ്രശ്നവും ഒക്കെയാണ് ഇന്ത്യൻ രാജാക്കന്മാർ. പക്ഷെ ഇത്രയും വലിയ ദുരന്തം, വലിയ ദാരുണമായ അന്ത്യം ഇന്ത്യൻ ജനതയ്ക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ പറയുന്ന പോലെ ഫെമൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ പറയുന്ന ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ കീഴിൽ അല്ലെങ്കിൽ ബ്രിട്ടന്റെ കീഴിൽ ഇന്ത്യ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ അത്രത്തോളം നാശം വരുത്തിയ ഒരു ഫെമൈനും വേറെ കാണത്തില്ല. മനസ്സിലായി? പിന്നെ എന്താണ് അഗ്രികൾച്ചറിൽ കൊണ്ടുവന്നത്? അബു ഫസൽ ഡിസ്ക്രൈബ്സ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പാഡി എന്താണെന്ന് അറിയാമോ? നെല്ല്. അതായത് ഏതാണ്ട് 39 ടൈപ്പ് പാഡി കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ആ സമയത്ത്. ഓക്കെ, ഐനി അക്ബരി എന്ന് പറയുന്ന അബു ഫസൽ എഴുതിയൊരു പുസ്തകമുണ്ട്. ഐനി അക്ബരി അക്ബറുടെ കോർട്ടിലുണ്ടായിരുന്ന ഒരു കോർട്ടിയർ ആണ് ആര്? അബു ഫസൽ. ഓക്കെ, അബു ഫസലിന്റെ ബുക്കായ ഐനി അക്ബരി പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 39 വെറൈറ്റി പാഡി ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, അത് മാത്രമല്ല, പിന്നെ ഈ പറയുന്ന പോലെ പുതിയ ടെക്നോളജി വന്നു, കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ് ആകാൻ തുടങ്ങി, പുതിയ ടൂൾസ് വരാൻ തുടങ്ങി. ഈ പറയുന്ന പോലെ പ്ലോസ് വരാൻ തുടങ്ങി, മണ്ണ് ഇളക്കി എടുക്കാനായിട്ട് പ്ലോസ് വരാൻ തുടങ്ങി. ഈ ഓക്സിന്റെ ബാക്കിൽ
കാളയുടെ ബാക്കിൽ ഈ പറയുന്ന പോലെ സംഭവം ഉണ്ടല്ലോ, പ്ലോ കെട്ടി വെച്ച് മണ്ണ് ഉഴുകാൻ കൂടുതൽ എളുപ്പം, കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഉഴുതു മറിക്കാൻ സാധിച്ചു. അപ്പം അന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് അതൊക്കെ. ഇന്നത് അഡ്വാൻസ്ഡ് അല്ല, പക്ഷെ അന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയപ്പോൾ ഈ പറയുന്ന പോലെ വെയിറ്റ് കുറഞ്ഞ പ്ലോകൾ വരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് തന്നെ അത് കൈകൊണ്ട് കുറേയൊക്കെ ഈ മണ്ണ് ഇളക്കി മറിക്കാൻ സാധിച്ചു, കളച്ചു മറിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിങ്ങനെ ടെക്നോളജി വളർന്നതിനൊപ്പം കൃഷി ആ കാലത്ത് ഒരുപാട് വളർന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എന്താണ് ചോളന്മാർ. അപ്പൊ ഇതെന്താണ് നോർത്ത് ഇന്ത്യയിലാണ്. ഇനി നമ്മൾ ചോളം എടുക്കാം, നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്. ചോളന്മാർ ഇതുപോലെ കൃഷിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരുപാട് കനാൽസും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് കാവേരിയിൽ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാവേരിയിൽ നിന്ന് വെള്ളം റീഡയറക്ട് ചെയ്ത് കൃഷിഭൂമിയിൽ എത്തിക്കാനൊക്കെ ഈ പറയുന്ന ഒരുപാട് കനാൽസ് ഒക്കെ ആര് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്? ചോള രാജാക്കന്മാരും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു സഭയെ പറ്റി പഠിച്ചത് ബ്രാഹ്മിൻസിന്റെ ഒക്കെ. അപ്പം ഒരുപാട് ഇതുപോലത്തെ സഭകളും സമിതികളും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കൃഷിയായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കി നടത്താനായിട്ട് ഒരുപാട് ബോഡീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ സഭയുടെ കീഴിൽ ഒരു സമിതി തന്നെ ഉണ്ടായിരുന്നു. കൃഷിയും ഇറിഗേഷനും അഗ്രികൾച്ചറൊക്കെ നോക്കി നടത്താനായിട്ട് സഭയുടെ കീഴിൽ ഒരു സമിതി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചോള അഡ്മിനിസ്ട്രേഷൻ എടുക്കും പല ടൈപ്പ് ലാൻഡ് ഉണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഈ ലാൻഡ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഉണ്ട്. അപ്പൊ ഓരോ ലാൻഡ് ഓരോ പേര് ഓരോ ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രഹ്മദയ, അത് ഈ ബ്രാഹ്മിൻസിന് രാജാക്കന്മാരെ കൊടുക്കുന്ന ഭൂമിയാണ് നമ്മൾ ബ്രഹ്മദയ എന്ന് പറയുന്നത്. ബ്രാഹ്മിൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, രാജാക്കന്മാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഭൂമിയാണ് ബ്രഹ്മദയ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ദേവദാനം. ദേവദാനം എന്താണ്? ഈ പറയുന്ന പോലെ അമ്പലങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഭൂമിയാണ് ഈ ദേവദാനം. പിന്നെ വെള്ളൻ വകை, അത് ഈ സാധാരണ കൃഷിക്കാരുടെ കയ്യിലുള്ള ഭൂമി ഉണ്ടല്ലോ, അവരുടെയാണ് ഈ വേളൻ വകയെന്ന്. പിന്നെ പള്ളിച്ചണ്ട. ഈ പള്ളിച്ചണ്ട എന്ന് പറയുന്നത് ജെയിൻ മതം ഉണ്ടല്ലോ, ജെയിൻ മതം അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പണിയാൻ വേണ്ടി കൊടുക്കുന്ന ഭൂമിയാണ് പള്ളിച്ചണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ചുറ്റും കൃഷിയും കാര്യങ്ങളൊക്കെ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൃഷി, അതായത് മിഡീവൽ ഇന്ത്യയിൽ ഈ ഉള്ള അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഹാൻഡി വർക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് നോക്കാം. ഓക്കെ, 14ാം നൂറ്റാണ്ടിൽ ചർക്കയുടെ വരവോടെ, ചർക്ക എന്നതാണ് നമ്മുടെ ഗാന്ധിജി ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ചർക്കയുടെ വരവോടെ ഈ പറഞ്ഞ നെയ്ത്തിന്റെ അളവ് വളരെയധികം കൂടി, 6 മടങ്ങ് വർദ്ധിച്ചു. ഈ ടെക്നോളജി, ചർക്ക എന്നുള്ളത് അന്നത്തെ ടെക്നോളജി ആണല്ലേ, അത് കൈകൊണ്ടല്ലേ. ഇപ്പൊ കുറെ കൂടെ ഈസി ആയിട്ട്, അതായത് പണ്ട് ഭയങ്കര സമയം എടുത്തു, ഇപ്പൊ ചർക്ക വന്നപ്പോൾ അത് കുറെ കൂടെ ഈസി ആക്കി. ഇന്ന് അതിലും ഈസി ആക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞു വരുന്നത്, അന്നത്തെ കാലത്തെ ചർക്ക എന്ന് പറയുന്നത് ന്യൂ ഇൻവെൻഷൻ ആണ്, ഒരു ടെക്നോളജിയാണ്, ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചർക്കയുടെ വരവോടെ എന്താണ്, ചൈനീസ് ടെക്നോളജി കൂടെയാണ് കേട്ടോ. ചർക്കയുടെ വരവോടെ ഈ പറയുന്ന പ്രൊഡക്ഷൻ ഓഫ് യാൺ ഇൻക്രീസ് ചെയ്യും. ഇത് കൂടാതെ സ്പിന്നിങ് മിൽസ് വരാൻ തുടങ്ങി, നെയ്ത്തുശാലകളും വരാൻ തുടങ്ങിയിട്ടുണ്ടാണ്. ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെയധികം ബൂം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ബംഗാളൊക്കെ 14ാം നൂറ്റാണ്ടിൽ സിൽക്ക് പ്രൊഡക്ഷന്റെ പീക്കിലുള്ള സ്ഥലങ്ങളായിരുന്നു, ലോകപ്രശസ്തമായ സ്ഥലങ്ങളായിരുന്നു ബംഗാളൊക്കെ മാറി. ഓക്കെ, സിൽക്കൊക്കെ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നൊക്കെയുള്ള ടെക്നോളജി ആൾക്കാർ പഠിച്ചെടുത്ത സമയവും കൂടെയാണ്. ദി ടെക്നോളജി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഫ്രം സിൽക്ക് ബോംസ് ആൾസോ സ്പ്രെഡ് വൈഡ്ലി ഡ്യൂറിംഗ് ദിസ് പീരീഡ്. മനസ്സിലാവും? ഇനി എന്താണ് ഇത് മാത്രമല്ല, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാത്രമല്ല, വേറെ ഇൻഡസ്ട്രികൾ കുറെ കൂടെ ഡെവലപ്പ് ആയി. ഫോർ എക്സാമ്പിൾ പേപ്പർ ഇൻഡസ്ട്രി. പിന്നെന്തുണ്ട്? കാർപ്പറ്റ് ഇൻഡസ്ട്രി. ഇന്ത്യൻ കാർപ്പറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. പിന്നെ മെറ്റൽ അലർജി, പിന്നെ മൈനിങ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഈ പറയുന്ന പോലെ ബൂം ചെയ്യാൻ തുടങ്ങി, ഒരുപാട് ഇൻഡസ്ട്രീസ് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സാൾട്ട് ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ സോൾട്ട് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയാണ്. ഇതിൽ ഏറ്റവും പേരുകേട്ട സ്ഥലം എന്ന് പറയുന്നത് വെസ്റ്റ് പഞ്ചാബും പിന്നെ നമ്മുടെ സാമ്പാർ എവിടെയാണ്? രാജസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ്. ആണല്ലേ? ഇത് വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ നിസ്സാരമായ ചാപ്റ്ററാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയത്, എന്തൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ സാധിച്ചത്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കൂടുതൽ വളരാൻ സഹായിച്ചു. ഈ പറഞ്ഞ സ്പിന്നിങ് മിൽസും ചർക്കയും സഹായിച്ചു അല്ലെ. അതൊക്കെ അന്നത്തെ കാലത്തൊരു അഡ്വാൻസ് ടെക്നോളജിയാണ്. അപ്പൊ ഈ പുതിയ ടെക്നോളജി വരാൻ തുടങ്ങി, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങി, ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞ മാർക്കറ്റും വളരാൻ തുടങ്ങി. ഇനിയിപ്പോ ഒരുപാടുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് വിറ്റഴിക്കണ്ടേ? അപ്പം മാർക്കറ്റും വളരാൻ തുടങ്ങി. അപ്പം ഈ ഒരു മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത മാർക്കറ്റിൽ കൊണ്ട്, അപ്പൊ മാർക്കറ്റിംഗ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? സർപ്ലസ് പ്രൊഡക്ഷൻ ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് കൊമേഴ്സ്. അപ്പം കൊമേഴ്സും ട്രേഡും കൊമേഴ്സും വളരാൻ ഈ പറയുന്ന സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ഷനും സാധിച്ചു എന്നുള്ളതാണ്.
ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചു സിൽക്ക് റൂട്ടിനെ കുറിച്ചും സ്പൈസ് റൂട്ടിനെ കുറിച്ചും പഠിച്ചു അല്ലേ. ഇപ്പൊ ഇന്ത്യക്ക് ആ കാലത്ത് എന്താണ് സിൽക്ക് റൂട്ട്, അതായത് ലാൻഡ് വഴിയും ട്രേഡ് ഉണ്ടായിരുന്നു, മാരിടൈം ട്രേഡും ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ലാൻഡ് ട്രേഡ് മെയിൻ ആയിട്ട് ലാൻഡ് ട്രേഡിന്റെ കാര്യം എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് 2 റൂട്ടാണുള്ളത്. ഒന്ന് ഏതാണ്, ഈ പറയുന്നത് ഫ്രം ലാഹോർ ടു കാബൂൾ. ലാഹോർ എവിടെയാണ്, പാകിസ്ഥാൻ, പ്രസന്റ് പാകിസ്ഥാൻ, കാബൂൾ അഫ്ഗാനിസ്ഥാൻ. പിന്നെ എന്താണ്, അന്ന് ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ് കേട്ടോ. പിന്നെ ഏതാണ്, ഫ്രം മുൽത്താൻ ഇന്നത്തെ പാകിസ്ഥാനാണ്. പിന്നെ എന്താണ്, ടു കാന്തഹാർ, അതും ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ. ഇതായിരുന്നു ആ 2 മേജർ ഇൻലാൻഡ് ട്രേഡ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെ ചെന്നാ കണക്ട് ചെയ്യുന്നത്, ആ സിൽക്ക് റൂട്ടിലാണ് ചെന്ന് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മാരിടൈം. അതും ഈ പറഞ്ഞത് നമുക്ക് ഒരുപാട് പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്നത് ബ്രോച്ച്, സൂരത് പോർട്ട് ഗുജറാത്തിൽ, ഗോവ, നാഗപട്ടണം, മൗസലിപ്പട്ടണം, കോഴിക്കോട് ആൻഡ് കൊല്ലം ഒരു കാലത്ത് വളരെ പ്രോമിനന്റ് ആയ ഒരു പോർട്ടാണ്. ഒരുപാട് ട്രേഡ് ആക്ടിവിറ്റീസ് നടന്നിരുന്ന വളരെ പ്രോമിനന്റ് ആയ ഒരു പോർട്ടായിരുന്നു കൊല്ലം എന്ന് പറയുന്നത്. പിന്നീട് പിൽക്കാലത്ത് ഈ പറയുന്ന പോലെ അത് ക്ഷയിക്കുകയാണ്. പിന്നെ മെയിൻ ആയിട്ട് 2 ട്രേഡ് ഗ്രൂപ്പാണ് ഉണ്ടായത്. ഈ ട്രേഡ് ഗ്രൂപ്പിനെ അവർ ട്രേഡ് നടത്തിയിരുന്ന വഴി അനുസരിച്ച് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ലാൻഡ് വഴി ട്രേഡ് നടത്തുന്ന 2 ആൾക്കാരൊന്ന് മുൾട്ടാൻ റീജിയനിലുള്ള പാകിസ്ഥാനിലുണ്ട്, പിന്നെ ഖുറോസോണീസ്. ഇനി കോസ്റ്റ് ലൈൻ വഴി കടൽ മാർഗം ട്രേഡ് നടത്തിയ 2 ആൾക്കാരുണ്ട്, മാർവാഡീസ്, ഗുജറാത്ത് അല്ല മഹാരാഷ്ട്രയാണ്, പിന്നെ ഗുജറാത്തീസ്, അവർ ഗുജറാത്തുകാരാണ്. അപ്പൊ ഇതായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്ന 2 ട്രേഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമ്മുടെ മേജർ എക്സ്പോർട്ട് ഐറ്റം എന്തൊക്കെയായിരുന്നു, കോട്ടൺ, ഫാബ്രിക്സ്, ഇൻഡിഗോ, സാൾട്ട്, ഷുഗർ ഒക്കെ ആയിരുന്നു. അതുപോലെ നമ്മൾ കുറെ ഇങ്ങോട്ട് ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ, മെറ്റൽ, ലെതർ, വെൽവെറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, അത് ഈ അറബിയ എന്നൊക്കെയാണ്. പിന്നെ എന്താണ്, ഹോഴ്സ്, അത് ഈ പറഞ്ഞ അറേബ്യൻ ഹോഴ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു മെഡീവൽ. ഇവിടുത്തെ രാജാക്കന്മാർക്ക് ഇവിടുത്തെ ലോക്കൽ ബ്രീഡൊന്നും പോരാ. കാരണം എന്താ, ഈ പറഞ്ഞ ലോക്കൽ ബ്രീഡിനെയും കാട്ടി വളരെയധികം കേപ്പബിലിറ്റി ഉള്ള ബ്രീഡായിരുന്നു അറേബ്യൻ ഹോഴ്സസ് ഒക്കെ, ടർക്കിഷ് ഹോഴ്സസ് ഒക്കെ. അതുകൊണ്ടാണ് ഈ പറയുന്ന ടർക്കിഷ് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പൊ ഈ അഡ്വാൻറ്റേജ് തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ ഒരുപാട് ടർക്കിഷ് ഹോഴ്സിനെയൊക്കെ എന്താണ് കൊണ്ടുവരാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്കുള്ള മിഡിൽ മാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇടനിലക്കാരെന്ന് പറഞ്ഞ ഈ അറേബ്യൻ ട്രേഡേഴ്സ് തന്നെയാണ്. ഈ സൗത്ത് ഇന്ത്യയിൽ ഈ കുതിര കച്ചവടം നടത്തുന്ന ആൾക്കാരെ വിളിച്ചിരുന്ന പേരാണ് കുതിരച്ചെട്ടീസ്. കുതിരച്ചെട്ടീസ്. ഓക്കെ. പിന്നെ എപ്പോഴാണ്, പക്ഷെ പണ്ട് ഈ ഏൻഷ്യന്റ് ഇന്ത്യ നമ്മൾ പറഞ്ഞില്ല, ലാൻഡ് റൂട്ട് അല്ലെങ്കിൽ സ്പൈസ് റൂട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സീ റൂട്ട് വഴി തന്നെ പണ്ട് മുതൽക്കേ നമുക്ക് ഈ പറയുന്ന യൂറോപ്പും റോമും ഒക്കെ ആയിട്ട് ഈ പറയുന്ന എന്തോന്നുണ്ട്, ഈ കച്ചവട ബന്ധമുണ്ട്. പക്ഷെ ഇതൊന്നും ഡയറക്റ്റ് അല്ല, ഇതിന്റെ ഇടയിൽ ആരുണ്ട്, അറബ്സ് ഉണ്ട്. അപ്പൊ എപ്പം തൊട്ടാണ് ഡയറക്റ്റ് ട്രേഡ് റിലേഷൻ തുടങ്ങിയത്, വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നതോടെയാണ്. 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നതോടെയാണ് ഈ ഡയറക്റ്റ് ട്രേഡ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ ഈ ഡയറക്റ്റ് ട്രേഡ് റിലേഷനിൽ പിന്നെ എന്താണ്, വാസ്കോഡ ഗാമ വന്നു, പോർച്ചുഗീസുകാരും അതോടെ വന്നു. അത് ഈ പോർച്ചുഗീസിന്റെ പിറകെ ഡച്ച് വന്നു, ഡച്ചിന്റെ പിറകെ ബ്രിട്ടീഷ് വന്നു, ബ്രിട്ടീഷിന്റെ പിറകെ ഫ്രാൻസ് വന്നു. പിന്നെ ഇവിടെ ഈ പിടിച്ചെടുക്കാനായിട്ട് ഈ 4 പേരും തമ്മിൽ പരസ്പരം അടിയായി, വലിയ അടിയായി, അവസാനം എല്ലാവരെയും തോപ്പിച്ച് ബ്രിട്ടീഷുകാർ മുന്നേ വന്നു. പിന്നെ ഉള്ള ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ഈ പറയുന്ന ഈ പോർച്ചുഗലിന്റെ വരവോടെ, വാസ്കോഡ ഗാമയുടെ വരവോടെയാണ് നമ്മൾ ഈ യൂറോപ്പുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രേഡ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിത് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു. ബേസിക്കലി ട്രേഡും കൊമേഴ്സും ബൂം ചെയ്യുമ്പോൾ എന്താണ്, കോയിനേജും അത്യാവശ്യം അല്ലേ, കോയിൻസും കാര്യങ്ങളുടെ അത്യാവശ്യമുണ്ട്, എങ്കിലല്ലേ ഈ പറയുന്ന പോലെ ഒരു എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. അപ്പൊ അന്നും ഈ പറയുന്ന പോലെ സുൽത്താൻസിന്റെ കാലത്ത് ഈ പറഞ്ഞ വളരെ സിസ്റ്റമാറ്റിക് ആയി വളരെ എഫിഷ്യന്റ് ആയ രീതിയിലുള്ള കോയിൻസ് ഉണ്ടായിരുന്നത്, ഈ മണി ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ സിൽവർ കോയിനെ വിളിച്ചിരുന്ന പേരാണ് തങ്കം. ഓക്കെ. ആൻഡ് കോപ്പർ കോയിനെ വിളിച്ചിരുന്ന പേരാണ് ജിത്തൻ, തങ്കൈ, ജിത്തൻ. അതുപോലെ അതിനുശേഷം ഷേർഷാ ആണ്, ഡൽഹി റീജിയനിൽ ഉണ്ടായിരുന്ന ഷേർഷാ ഈ പറയുന്ന പോലെ ഒരുപാട് കോയിൻ റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത സിൽവർ കോയിന്റെ പേരാണ് ദി റുപ്പി. അത് ഒരുപാട് കാലം ഇന്ത്യയിൽ പ്രചരണത്തിലുണ്ടായിരുന്ന നിലനിന്നിരുന്ന ഒരു കോയിൻ ആയിരുന്നു. ഓക്കെ. പിന്നെ എന്താണ്, അക്ബർ കൊണ്ടുവന്നിരുന്ന സിൽവർ കോയിന്റെ പേരാണ് ജലാലി. ഗോൾഡ് കോയിന്റെ പേര് ഇലാഹി. ജലാലിയും ഇലാഹിയും ആരാ കൊണ്ടുവന്നത്, അക്ബർ. ജലാഹി എന്തോന്നാണ്, സിൽവർ. ഇലാഹി എന്തോന്നാണ്, ഗോൾഡ്. മാറിപ്പോരുത്, ഇതൊക്കെ ഒൺവേർഡിന് ചോദിക്കാം. ഓക്കെ. അപ്പം ട്രേഡ് വളർന്നു, പ്രൊഡക്ഷൻ കൂടി, ട്രേഡ് വളർന്നു. അപ്പൊ ഇതിൻ്റെയോടൊപ്പം എന്ത് വരും, അർബനൈസ്ഡ് ആവും അല്ലെ. ഒരു സ്ഥലത്ത് ട്രേഡും കച്ചവടം കൂടുമ്പോൾ ആ സ്ഥലം ഈ പറയുന്ന പോലെ ഗ്രാമത്തിൽ നിന്ന് ട്രാൻസ്ഫോം ആയി അർബനൈസ്ഡ് ആവും, റൂറലിൽ നിന്നും അർബൻ. അപ്പൊ അതുപോലെ മിഡീവൽ സിറ്റിയിൽ ഒരുപാട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരുപാട് സിറ്റീസും വളരാൻ തുടങ്ങി. ഓക്കെ. അപ്പം പ്രധാനപ്പെട്ട അന്നത്തെ മേജർ സിറ്റീസ് ഏതൊക്കെയായിരുന്നു, ആഗ്ര, ലാഹോർ, ഡൽഹി, കാന്തേഷ്, അഹമ്മദാബാദ്, ധാക്ക ഇന്ന് ബംഗ്ലാദേശിലുള്ള സ്ഥലമാണ്, ദൗലത്താബാദ്, ബനാറസ്. ഇതൊക്കെ എന്തായാലും ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെന്റേഴ്സ് ആയിട്ട് മാറാൻ തുടങ്ങി. ഓക്കെ.
അപ്പൊ ഈ പറയുന്ന പോലെ നാട്ടുമ്പുറങ്ങളിലൊക്കെ അതുവരെ ഉണ്ടായിരുന്ന ഈ പറയുന്ന പോലെ ക്രാഫ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ സിറ്റിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കുക്സും വീവേഴ്സും ലെതർ ക്രാഫ്റ്റ്മെന്റൊക്കെ സിറ്റിയിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവരെല്ലാവരും സിറ്റിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതാണ് നമ്മുടെ മിഡീവൽ സമയത്ത് ഇന്ത്യയുടെ എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ടായിരുന്ന സൊസൈറ്റി എങ്ങനെയായിരുന്നു. മെയിനായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് അപ്പർ ക്ലാസ്, രാജാവും മറ്റേ പ്രഭുക്കന്മാരും. പിന്നെ മിഡിൽ ക്ലാസ്, അതെന്താണ് ഈ ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ടല്ലോ, മൻസബ്ദാസ്, ട്രേഡേഴ്സും കച്ചവടക്കാർ. പിന്നെ ലോവർ ക്ലാസ്, ഫാമേഴ്സ്, ക്രാഫ്റ്റ്മെൻ, പിന്നെ സ്ലേവ്സ്. ഇങ്ങനെ 3ആയിട്ട് ബേസിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി പെസൻസ് എടുക്കുകയാണെങ്കിൽ, കൃഷിക്കാരെടുക്കുകയാണെങ്കിൽ അവരെ പിന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കുത്കസ്ത. കുത്കസ്ത ആയിരുന്നു സ്വന്തമായിട്ട് ഭൂമിയുള്ള പെസൻസ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭൂമിയുള്ള കൃഷിക്കാരാണ്. അവരവരുടെ കുടുംബത്തിന്റെ സഹായം കൊടുക്കുന്നത്, അവരുടെ കുടുംബാംഗങ്ങളും കൂടെ ചേർന്നാണ് കൃഷി നടത്തുന്നത്. വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തുനിന്ന് പണിക്കാരെ വിളിക്കും. പിന്നെ ഉള്ളത് എന്താണ്, പാഹി കഷ്ട. പാഹി കഷ്ടയുടെ കാര്യം എന്താണ്, വളരെ കഷ്ടമാണ്. അവർക്ക് ഭൂമിയേ ഇല്ല. അവർ വേറെ ആരെങ്കിലും ഭൂമി പോയി പണിയെടുത്ത് ജീവിക്കുന്നവരാണ്, സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ പറയുന്ന പെസൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി സ്ലേവറി. ലോകത്തെല്ലായിടത്തും സ്ലേവറി നിലനിന്നു മിഡീവലിൽ. പക്ഷെ ഇന്ത്യൻ സ്ലേവറി, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്ലേവറി ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ സ്ലേവ്സിനോട് കുറച്ചും കൂടെ അനുഭവപരമായ രീതിയിലാണ് ഇവിടെ അവരുടെ ഓണർ പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഡൽഹി സൽത്തനേറ്റ്സിന്റെ ഫസ്റ്റ് ഡൈനാസിറ്റി ഏതാണ്, ഈ പറഞ്ഞ സ്ലേവ് ഡൈനാസിറ്റി. കാരണം എന്താണ്, അതിന് രാജാവായി വന്ന ആരാണ്, ഒരു സ്ലേവ് ആയിരുന്നു അല്ലേ. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസും അതുപോലെ അത്രയ്ക്ക് എന്താണ് നല്ല രീതിയിലാണ്, അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്ലേവ്സിനെ വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്ലേവറിയും സ്ലേവും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന പല ആൾക്കാരുടെയും ട്രാവലോ റെക്കോർഡുകൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇബിൻ ബത്തൂത തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന പോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കീഴിൽ ഒരുപാട് സ്ലേവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവര് വെറുതെ അല്ല, ഈ പറഞ്ഞ പോലെ പാത്രം തേക്കാനും വീട് തൂക്കാൻ വേണ്ടി മാത്രമല്ല, ഈ പല സ്ലേവ്സും ഈ മ്യൂസിക്കിലും മറ്റു കാര്യങ്ങളും ഡാൻസിലൊക്കെ ഒരുപാട് എക്സലൻസ്, ഒരുപാട് കഴിവുള്ള ആൾക്കാരായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ സ്ലേവ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലാണ്. കഴിവുണ്ടെങ്കിൽ അവർ പൊങ്ങി വന്നിട്ടുമുണ്ട്. ഓക്കെ, ദ മാർക്കറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ട്രേഡ്, സ്ലേവ് ട്രേഡ് എക്സിസ്റ്റഡ്. അതുപോലെ തന്നെ ഈ അടിമക്കച്ചവടത്തിന് പ്രത്യേക മാർക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഇന്ത്യയിൽ. ഈ മെജോറിറ്റി ഓഫ് ഇതിലെ മെജോറിറ്റി ആൾക്കാരെയും ഈ യുദ്ധത്തിൽ തോറ്റ രാജാവുണ്ടല്ലോ, അവരുടെ ഭടന്മാരാണ് ഈ മുഖ്യ ട്രേഡ്, ഈ പറയുന്ന സ്ലേവ്സ് എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും ആഫ്രിക്കയാണ്. സ്ത്രീകളുടെ അവസ്ഥ, സ്റ്റാറ്റസ് ഓഫ് വുമൺ, ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു. സതി എന്താണെന്ന് അറിയാമോ, ഭർത്താവ് മരിച്ച ശേഷം വിധവയായ സ്ത്രീ ഭർത്താവിന്റെ ചിതയെ ചാടി മരിക്കണം. അപ്പൊ ഇങ്ങനത്തെ കുറെ ദുരാചാരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം കൂടെയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് വൃത്തികേടുകളും മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്നു. ഫ്രാങ്കോയിസ് ബേർണിയർ, ഫ്രഞ്ച് ട്രാവലർ ടു ഇന്ത്യ ഇൻ 17th century, റെക്കോർഡഡ് ദാറ്റ്. അപ്പൊ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ട്രാവലർ ഉണ്ട്, ഫ്രഞ്ച് ട്രാവലർ. അയാളുടെ പേരാണ് ഫ്രാങ്കോസ് ബേർണിയർ. ഓക്കെ, അതുപോലെ പക്ഷെ ഇതല്ലാതെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിലൊക്കെ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ സ്ത്രീകൾ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ്. പക്ഷെ അതേ സമയത്ത് ഇതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ്, ഈ പറഞ്ഞ മിഡീവൽ ഇന്ത്യയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയെടുത്ത സ്ത്രീകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നൂർജഹാൻ, ജഹാംഗീറിന്റെ വൈഫായിരുന്നു. ഭയങ്കര എന്താണ്, നല്ല വളരെ കൂടിയ തന്നെ ഒരു പൊളിറ്റിക്കലും സോഷ്യൽ പൊസിഷനും ഉണ്ടായിരുന്നു. അത് മിഡീവൽ പീരീഡിലാണ്. ഒരു ഇസ്ലാമിക് കിങ്ഡത്തിൽ വളരെ എന്താണ് ഹൈ സോഷ്യൽ പൊസിഷനും പൊളിറ്റിക്കൽ പൊസിഷനും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു നൂർജഹാൻ. പിന്നെ ആരാണ്, സുൽത്താൻ റസിയ. സുൽത്താൻ റസിയ ഈ പറയുന്ന പോലെ ഡൽഹി സുൽത്താൻസിന്റെ ക്യൂനായിരുന്നു ഒരു കാലത്തിൽ. ഭരണം പിടിച്ച് കുറെ കാലം ഭരിച്ചിട്ടുണ്ട്, പിന്നെ കൊല്ലുന്നുണ്ട്. സിസ്റ്റർ ഓഫ് ഹുമയൂണിന്റെ സിസ്റ്റർ, ഈ പറയുന്ന പോലെ ഡൽഹി സുൽത്താന്റെ ക്യൂനായിരുന്നു, കുറെ കാലം ഭരിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നോബൽസ് എല്ലാം പിടിച്ച് പുറത്താക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആരാണ്, ഗുൽബദൻ ബീഗം, ഹുമയൂണിന്റെ സിസ്റ്റർ. ഇതൊക്കെ ഫേമസ് ആണ്. ജഹൻഹാര, ഷാജഹാന്റെ മോളും. ജീജാബായി, ശിവജിയുടെ അമ്മ, ഛത്രപതി ശിവജിയുടെ അമ്മ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഹയർ പൊസിഷൻസ് ഈ പറയുന്ന മിഡീവൽ സമയത്ത് എന്താണ് കിട്ടിയിട്ടുണ്ട്. അവർ ആ പൊസിഷനൊക്കെ വളരെ നല്ല രീതിയിൽ എന്താണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടെ. ഓക്കെ, ഝാൻസി റാണിയൊക്കെ പിന്നെയും കൂടെ മോഡേൺ ഇന്ത്യയിലാണ് വരുന്നത്, മോഡേൺ പീരീഡിലാണ് വരുന്നത് മാത്രം. പിന്നെ കാസ്റ്റ് സിസ്റ്റം അറിയാലോ, ഇന്നും ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ മിഡീവൽ മാത്രമല്ല ഇന്നും നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാസ്റ്റ് സിസ്റ്റം. ഒരു പരിധി വരെ ഇപ്പോഴും തുടച്ചു നീക്കാൻ പറ്റാത്തൊരു സാധനം തന്നെ. പക്ഷെ അന്നത്തെ കാസ്റ്റ് സിസ്റ്റം കൂടുതലും ബേസ് ചെയ്തിരുന്നത് എന്താണ്, ഓരോ വ്യക്തിയുടെയും ജോലി അനുസരിച്ചാണ്. പക്ഷെ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഡോക്ടറിന്റെ മോൻ ഡോക്ടറാണ്, കണക്കെഴുത്തുകാരന്റെ മോൻ കണക്കെഴുത്തുകാരനാണ്,
തൂപ്പാരന്റെ മോൻ തൂപ്പാരൻ. ഈ പറയുന്ന പോലെ ഒരു ഷിഫ്റ്റ് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ജോബ് ഒന്നും പോസിബിൾ അല്ല. ഇന്ന് ഈ പറഞ്ഞ റിക്ഷക്കാരന്റെ മോനോ മോക്കോ IAS ആവാം, പക്ഷെ അതൊന്നും അന്ന് പോസിബിൾ അല്ല. അപ്പൊ ഓരോ ജോലി അനുസരിച്ചായിരുന്നു അന്നത്തെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, ഒരുപാട് കാസ്റ്റും ഉണ്ടായിരുന്നു. ഓക്കെ, ഈ കൂട്ടത്തിൽ ഏറ്റവും ഹയർ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് ബ്രാഹ്മിൻസിനാണെന്ന് മാത്രം. ഇനി സൗത്ത് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ കാസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇടങ്കൈ ആൻഡ് വലങ്കൈ. ഓക്കെ, ദോസ് ഹു എൻഗേജ്ഡ് ഇൻ ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. ഇപ്പം ഈ കച്ചവടവും ഹാൻഡിക്രാഫ്റ്റ്, നെയ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആ ജോലി ചെയ്യുന്നവരെ ഇടങ്കൈ എന്നും, ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വലങ്കൈ എന്നും വിളിച്ചിരുന്നു. ഓക്കെ, ഇത്രയും ഇതോടെ നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ്. അപ്പൊ ഇത്രയുള്ളൂ. ഇത് വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മെഡീവൽ പീരീഡിൽ ഈ സൊസൈറ്റി ആൻഡ് എക്കോണമി, ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് എക്കോണമി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയും. ഓൾറൈറ്റ്, അപ്പൊ ഇതോടെ നമ്മൾ നിങ്ങളുടെ ഈ ടെസ്റ്റ് ഫിനിഷ് ചെയ്യണം. ഈ ചാപ്റ്ററുള്ള ഫസ്റ്റ് പാർട്ടാണ് അല്ലേ? ഫസ്റ്റ് ടെസ്റ്റിലുള്ളതാണ്, പാർട്ട് 1 ടെസ്റ്റിലുള്ളതാണ്. നമ്മൾ ആ പാർട്ട് ഫിനിഷ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.